ബിയുടെ EHD കൺസ്യൂമറുമായിട്ട് ബന്ധപ്പെട്ട് CGRF ഓംബുഡ്സ്മാൻ വരുന്ന കേസുകളിൽ സാധാരണ കണ്ടുവരുന്ന ചില കാര്യങ്ങൾ അതിവിടെ പങ്കുവയ്ക്കുകയും ചെയ്തു. അതായത് മീറ്റർ എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം. കറക്റ്റ് മീറ്റർ കൺസ്യൂമർക്ക് കൊടുത്ത് കറണ്ട് കൊടുക്കുക എന്നുള്ളത് KSEBയുടെ ലൈസൻസിയുടെ ഉത്തരവാദിത്വമാണ്. അത് സെക്ഷൻ ഇലക്ട്രിസിറ്റി ആക്ടിൻ്റെ സെക്ഷൻ 55 പ്രകാരം, അതേപോലെ റെഗുലേഷൻ 104, അതേപോലെ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ ഇൻസ്റ്റലേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് മീറ്റേഴ്സ് റെഗുലേഷൻ 2006 ഇവ പ്രകാരം അത് KSEBയുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ KSEBക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും മീറ്ററിന് കംപ്ലൈൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ മീറ്റർ കൺസ്യൂമറുടെ മുകളിൽ പഴിചാരി രക്ഷപ്പെടാൻ പറ്റത്തില്ല. KSEB ആണ് കറക്റ്റ് മീറ്റർ സൂക്ഷിക്കേണ്ടത്. പക്ഷേ അതിന് കൺസ്യൂമർക്ക് അവകാശമുണ്ട്, കൺസ്യൂമറിന് മീറ്റർ മേടിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഫോർമോസ്റ്റായിട്ട് ഉള്ള ഒരു പറയുന്നത് KSEBയുടെ ഉത്തരവാദിത്വമാണ്. അത് അവരെ കൺസ്യൂമറാണ് ഇത് മേടിക്കുന്നത്, അല്ലെങ്കിൽ KSEB തന്നെയാണ് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിലും അത് ടെസ്റ്റ് ചെയ്യേണ്ടതും കാലിബ്രേറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഇതെല്ലാം KSEB ഉദ്യോഗസ്ഥർ, KSEB ജീവനക്കാർ തന്നെയായിരിക്കും. അതിനുള്ള അധികാരം KSEBക്ക് ലൈസൻസില്ല. ഈ പ്രൊസീജിയർ ഒരു മീറ്റർ മാറ്റി വയ്ക്കുന്ന കേസിലും ഇതേ പ്രൊസീജിയർ തന്നെയാണ്. അതായത് മീറ്റർ മാറ്റി വയ്ക്കുന്ന കേസിലാണെങ്കിൽ കൺസ്യൂമർക്ക് മീറ്റർ ഫോൾട്ടി ആയി കഴിഞ്ഞാൽ കൺസ്യൂമർക്ക് ഇലക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. സെക്ഷൻ 55 പ്രകാരം, ആക്ട് 2003 പ്രകാരം കൺസ്യൂമർക്ക് ഇലക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ കൺസ്യൂമർ അത് പ്രൊക്യൂർ ചെയ്ത് KSEB അധികാരികൾക്ക് കൈമാറുന്നതോടുകൂടി ടെസ്റ്റിംഗ് ഫീസ് അടയുന്നതോടുകൂടി അത് KSEBയുടെ ഉത്തരവാദിത്വമാണ്. അതായത് ടെസ്റ്റ് ചെയ്യുക, കാലിബ്രേറ്റ് ചെയ്യുക. അവർക്ക് കൺസ്യൂമർ കൊണ്ടുപോയി ചെയ്യാറുണ്ട്. എന്നാലും KSEBയുടെ ഉത്തരവാദിത്വം ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അത് KSEBയുടെ ഉത്തരവാദിത്വമാണ്. ടെസ്റ്റ് ചെയ്യുക, കാലിബ്രേറ്റ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, ഇതെല്ലാം. കാര്യം അത് മീറ്റർ ഫോൾട്ടി ആയിട്ടിരിക്കുന്ന സമയത്ത്, മീറ്റർ ഫോൾട്ടി ആയി കഴിഞ്ഞ് മാറ്റുന്ന ഒരു സമയത്ത് ഇത് വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ഈ ഡേറ്റിന് വളരെ പ്രാധാന്യമുണ്ട്. കാര്യം അവർ പ്രൊക്യൂർ ചെയ്ത് KSEBക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന ആ സമയത്ത് ആ ഡേറ്റ് വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് അഡീഷണലായിട്ട് പെനാൽറ്റിയോ ഒന്നും ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മളുടെ ഉത്തരവാദിത്വം, KSEBയുടെ ഉത്തരവാദിത്വം ആയതിനാൽ KSEBക്ക് അവരിൽ നിന്ന് പെനാൽറ്റി, മീറ്റർ ഫോൾട്ടി പെനാൽറ്റി ഒന്നും ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ സീൽ ചെയ്യുന്നത്, അൺസീൽ ചെയ്യുന്നത്, മീറ്റർ എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും KSEB ജീവനക്കാരാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിനൊരു സെപ്പറേറ്റ് സീലിംഗ് രജിസ്റ്റർ സൂക്ഷിക്കണം. അതിൽ KSEB ഉദ്യോഗസ്ഥൻ്റെയും അതേപോലെ തന്നെ കൺസ്യൂമർ അല്ലെങ്കിൽ കൺസ്യൂമറുടെ കൺസ്യൂമറുടെ റെപ്രസെൻറ്റേറ്റീവാണ്. ഇതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് EHD കൺസ്യൂമറിൻ്റെ കാര്യത്തിൽ പറയുന്നതായതുകൊണ്ട് കൺസ്യൂമറിൻ്റെ അവരുടെ ഓഫീസ്, കമ്പനിയുടെ സീല്, അവരുടെ ജോലി വിവരം, അത് ബന്ധപ്പെട്ട എന്ത് വിഭാഗത്തിലാണ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. വെറുതെ ഒപ്പിട്ട് മേടിച്ചാൽ മാത്രം പോരാ. കാര്യം ഒരു കേസ് വരുമ്പോൾ, എന്തെങ്കിലും ഒരു കേസ് വരുമ്പോഴത്തേക്ക് ഇതിൽ എവിഡൻസ് എന്ന് പറയുന്നത് കണ്ടുവരുന്നത് ചിലപ്പോൾ സിഗ്നേച്ചർ മാത്രമേ കാണൂ. ചിലപ്പോൾ ആ ജീവനക്കാരൻ അവിടെ നിന്ന് രാജിവെച്ച് പോവുകയോ വിട്ടുപോവുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ ആ കേസുകളിൽ ജീവനക്കാരന് അവർ കൺസ്യൂമർ ഏക്കത്തില്ല, അവർക്ക് കൊടുത്തതായിട്ട് ചിലപ്പോൾ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇത് കളക്ട് ചെയ്ത് തന്നെയാണ് നമ്മൾ വെച്ചേക്കേണ്ടത്. ഒരു കേസ് വരുന്ന എവിഡൻസാണ് പ്രധാനം. അതേപോലെ തന്നെ ഒരു മീറ്ററിൻ്റെ സീലിംഗ് ബ്രോക്കണായിട്ട് കാണുകയാണെങ്കിൽ, സീല് പൊട്ടിച്ചതായിട്ട് കാണുകയാണെങ്കിൽ, അത് കൺസ്യൂമർ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ KSEB അറിയിക്കണം.
അതേപോലെ KSEBിയിലെ ജീവനക്കാരനാണ് അത് കാണുന്നതെങ്കിൽ, ഉദാഹരണത്തിന് മീറ്റർ റീഡിങ് എടുക്കാൻ പോകുന്ന ആളാണ് കാണുന്നതെങ്കിൽ ഉടൻ തന്നെ കൺസ്യൂമറെ അറിയിക്കണം. അതുപോലെ തന്നെ ഓഫീസിൽ KSEBിയുടെ ഓഫീസിൽ അറിയിച്ച് KSEBിയുടെ ഓഫീസിൽ നിന്ന് 3 ദിവസത്തിനുള്ളിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ അത് സീൽ ചെയ്യും. എന്തായാലും 3 ദിവസം കഴിയാൻ പാടില്ല, അതിനുള്ളിൽ സീൽ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ അതിൻ്റെ റീഡിങ് എടുക്കും. പിന്നെ ഉണ്ടാകുന്ന ഒരു സെയിം പ്രിമിസസ് മീറ്റർ കൊടുക്കുന്നതിനെ പറ്റുള്ളൂ. സെയിം പ്രിമിസസിൽ പ്രത്യേക നമ്പറിട്ട് ഡിഫറെൻറ്റ് കാറ്റഗറി ഈ കൺസ്യൂമേഴ്സ് ഉണ്ടെങ്കിൽ അവരൊക്കെ സെപ്പറേറ്റ് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് വിഷമമൊന്നുമില്ല. അതുപോലെ റെഗുലേഷൻ 105 പറയുന്നതെന്ന് പറയുന്നത് കൺസ്യൂമറിന് ഉള്ള റൈറ്റിനെ പറ്റിയാണ്. കൺസ്യൂമറിന് ഇപ്പോൾ മീറ്റർ വയ്ക്കാനുള്ള അവകാശം. ഒരു പുതിയ കണക്ഷൻ എടുക്കുന്ന സമയത്തായാലും മീറ്റർ ഫോൾട്ടി ആയിട്ട് മീറ്റർ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതല്ല മീറ്റർ ഓൾഡ് ടൈപ്പ് മീറ്ററാണ് പുതിയ മീറ്റർ മാറ്റാൻ ആ സമയത്ത് അവർക്ക് റൈറ്റുണ്ട്, അത് ഇലക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ സമയത്ത് അതിനുള്ള സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ ഇൻസ്റ്റലേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് മീറ്റേഴ്സ് റെഗുലേഷൻ 2006 പ്രകാരമുള്ള ലിസ്റ്റ്, മീറ്ററുകളുടെ ലിസ്റ്റ് കൺസ്യൂമർ ചോദിച്ചാൽ അത് കൊടുക്കുകയും അത് പ്രകാരമുള്ള മീറ്ററുകൾക്ക് മേടിക്കാനുള്ള അവകാശമുണ്ട്. അതേസമയം മീറ്റർ ഫോൾട്ടി ആവുന്ന സമയത്ത് കൺസ്യൂമറെ മീറ്റർ മാറ്റി വയ്ക്കുന്നില്ല എങ്കിൽ KSEBിക്ക് മീറ്റർ HT മീറ്റർ ആകുമ്പോൾ TOD മീറ്റർ, അതിൽ CT PT ഇതെല്ലാം കൂടെ ചേർന്ന് മീറ്ററിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ CT PT ഇതെല്ലാം വരും. CT കംപ്ലൈൻ്റ് ആയാലും PT കംപ്ലൈൻ്റ് ആയാലും എല്ലാം മീറ്റർ കംപ്ലൈൻ്റാണ്. മീറ്റർ ഫോൾട്ടിയുടെ ഡെഫിനിഷനിലാണ് വരുന്നത്. അപ്പോൾ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടൊന്നും ബില്ല് ചെയ്യാൻ പറ്റത്തില്ല. മീറ്റർ ഫോൾട്ടി ആവറേജാണ് എടുക്കുക. അപ്പോൾ ചില സ്ഥലത്ത് അത് ആവറേജ് ചെയ്ത കാണുന്നുണ്ട്. അങ്ങനെയല്ല, ആവറേജ് ചെയ്യാൻ പാടില്ല. മീറ്റർ ഫോൾട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ആവറേജ് ചെയ്യുന്ന കേസുകളിൽ KSEBിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ലൂസ് കോൺടാക്റ്റ് അല്ലെങ്കിൽ മീറ്റർ ഫോൾട്ടല്ല, മീറ്ററിന് ഫോൾട്ടൊന്നുമില്ല, KSEBിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഫേസ് ലൂസ് കോൺടാക്റ്റോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പ്രൊപ്പോർഷനായിട്ടായിട്ട് എടുക്കുന്നതിന് പ്രശ്നം. പക്ഷേ അല്ലാതെ മീറ്ററിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഫോൾട്ടാണെങ്കിൽ അത് മീറ്റർ ഫോൾട്ടിയുടെ ഇതിൽ വരികയും അത് ആവറേജ് ബില്ല് ചെയ്യുകയും അതേപോലെ തന്നെ മീറ്റർ മാറ്റി വയ്ക്കാനുള്ള നടപടി സ്വീകരിക്കുകയും അതേപോലെ തന്നെ മീറ്റർ കംപ്ലൈൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ കൺസ്യൂമറെ അറിയിക്കുകയും ചെയ്യണം. കൺസ്യൂമറെ അറിയിച്ച് കൺസ്യൂമർക്ക് 7 ദിവസത്തിനുള്ളിൽ മീറ്റർ മാറ്റി വയ്ക്കണമെന്നാണ് റെഗുലേഷനിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. 7 ദിവസത്തിനുള്ളിൽ മാറ്റി വയ്ക്കണമെന്ന് കൺസ്യൂമർക്ക് നോട്ടീസ് കൊടുക്കണം. അപ്പോൾ അത് 105 ആ കാര്യങ്ങളൊക്കെ പറയുന്നു. അതേപോലെ ഓൾഡ് ടൈപ്പ് മീറ്റർ ആണെങ്കിൽ അത് മാറ്റി പുതിയ മീറ്റർ സ്ഥാപിക്കാനായിട്ട് കൺസ്യൂമറോട് ആവശ്യപ്പെടാവുന്നതാണ്, നോട്ടീസ് കൊടുക്കണം. അത് റെഗുലേഷൻ 107 അത് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ഫീഡറുള്ള HT കൺസ്യൂമറുടെ മീറ്റർ നമുക്കാണെങ്കിൽ KSEBിയുടെ സബ്സ്റ്റേഷനിൽ കൺസ്യൂമർ സമ്മതിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യാം. ചെക്ക് മീറ്ററുകൾ, സ്റ്റാൻഡ് ബൈ മീറ്റർ ഇതൊക്കെ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേഷൻ എന്ന് പറയുന്നത് 109 അതിൽ പറയുന്നുണ്ട് CT PT വെക്കേണ്ടതെന്ന് പറയുന്നത് വളരെ വെതർ പ്രൂഫായിട്ടുള്ള കമ്പാർട്ട്മെൻറ്റിലായിരിക്കണം. കാര്യം അതിന് നാശനഷ്ടങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ സൂക്ഷിക്കണം. KSEB ആണ് മീറ്റർ കൊടുക്കുന്നതെങ്കിൽ KSEBക്ക് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് സ്വന്തമായിട്ട് KSEB തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. KSEBക്ക് അതിൻ്റെ സെക്യൂരിറ്റി മേടിക്കാവുന്നതും അതിന് മന്ത്ലി റെൻറ്റ് മേടിക്കാവുന്നതും അതിനൊരു എഗ്രിമെൻറ്റും കാര്യങ്ങളും പറയുന്നതും ഇതിലാണ്. അത് ഇലക്ട്രിസിറ്റി ആക്റ്റിലും അത് പറയുന്നുണ്ട്. മീറ്റർ റീഡിംഗ് എടുക്കേണ്ടതെന്ന് പറയുന്നത് ഒരു ബില്ലിംഗ് സൈക്കിൾ ഒരു തവണയാണ്. മീറ്റർ റീഡിംഗ് ഡേറ്റ് നിശ്ചയിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അത് എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടാകുന്നെങ്കിൽ അത് റെഗുലേഷൻ 122(1) പ്രകാരം ആയിരിക്കണം. സപ്ലൈ കോഡിൻ്റെ റെഗുലേഷൻ 122(1) പ്രകാരമായിരിക്കണം. അതേപോലെ എർത്ത് ലീക്കേജ്, അതിൻ്റെ LED കത്തി കിടക്കുകയാണെങ്കിൽ എർത്ത് ലീക്കേജ് കാണുന്നെങ്കിൽ നമ്മൾ റീഡിംഗ് എടുക്കാൻ പോകുന്ന ആൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ കൺസ്യൂമറെ അറിയിക്കണം. റിട്ടേണായിട്ട് അറിയിച്ച് അതിൻ്റെ വേണ്ട നടപടി സ്വീകരിക്കണം.
കാര്യം അത് അവരുടെ ഉത്തരവാദിത്വമുള്ളത് ശരിയാക്കുക, ലീക്കേജ് ബാക്കിയുള്ളത്. എന്തെങ്കിലും കാരണവശാൽ മീറ്റർ റീഡിംഗ് എടുക്കാൻ പറ്റിയില്ല എങ്കിൽ ആവറേജ് ബില്ല് പ്രീവിയസ് 3 ബില്ലിംഗ് സൈക്കിളിൻ്റെ ആവറേജ് എടുത്തതിന് ശേഷം ആ ബില്ല് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഈ ബില്ല് കൊടുക്കുന്നത് റെഗുലേഷൻ 110 പ്രകാരം ബില്ല് കൊടുക്കുമ്പോൾ അതിനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് 2 തവണ മാത്രമേ ഇങ്ങനെ ആവറേജ് ബില്ല് കൊടുക്കാൻ പറ്റുള്ളൂ, അറ്റ് എ സ്ട്രെച്ച്. അതേപോലെ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ 2 തവണ, അതേപോലെ തന്നെ അറ്റ് എ സ്ട്രെച്ച് 2 തവണ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബില്ല് അങ്ങനെ കൊടുക്കാനുള്ള അവകാശം. അപ്പം റീഡിങ് എടുക്കുക, ഈ മീറ്റർ റീഡിങ് എടുക്കാൻ അവസരം ഇല്ലാത്ത ഒരു കാര്യത്തിലാണ്. അത് റെഗുലേഷൻ 111 അത് എന്തെങ്കിലും കാര്യവശാൽ അവിടെ എടുക്കാൻ പറ്റുന്നില്ല, അടച്ചിട്ടേക്കുന്നു. ചില സ്ഥലത്ത് അവിടെ സൗകര്യമില്ലായ്മ, മീറ്റർ ഭാഗത്ത് ചിലർ മനഃപൂർവ്വം അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, എന്തെങ്കിലും ആവും. അങ്ങനെയാണെങ്കിൽ 2 ബില്ലിംഗ് സൈക്കിൾ വരെ നേരത്തെ പറഞ്ഞ കണക്ക് ആവറേജ് ബില്ല് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നോട്ടീസ് കൊടുക്കണം. 2 ബില്ലിംഗ് സൈക്കിൾ ഓക്കെ, അത് കഴിഞ്ഞാൽ കൺസ്യൂമർ നോട്ടീസ് കൊടുക്കണം. മീറ്റർ റീഡിംഗ് എടുക്കാനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് കൊടുത്ത് അതിന് കൊടുക്കുമ്പോൾ ഒരു 7 ദിവസം കഴിഞ്ഞുള്ള ഒരു ദിവസം പറഞ്ഞുകൊണ്ട് റീഡിംഗ് എടുക്കാം, അത് ഫിക്സ് ചെയ്യുക. അതിന് പെനാൽറ്റി ഉണ്ട്, പീനൽ ചാർജുണ്ട്. അത് ആ പൈസയൊക്കെ അടയ്ക്കണം, പെനാൽറ്റി അടയ്ക്കണം. എന്നിട്ട് ആ ബില്ല് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബില്ലിന് സ്ലാബിൻ്റെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കത്തില്ല. ഒറ്റ ബില്ലായിട്ടാണ് അത് കണക്കാക്കുക. ഇനി അഥവാ ആ കേസിൽ മീറ്റർ റീഡിങ് എടുക്കാൻ വീണ്ടും സൗകര്യം ചെയ്തു തരുന്നില്ല എങ്കിൽ ആ മീറ്റർ നോട്ടീസ് കൊടുക്കുകയും ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്യണം. DC നോട്ടീസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം ഡിസ്കണക്ട് ചെയ്യും. ഇനി DC നോട്ടീസ് സാധാരണ എല്ലാം 15 ക്ലിയർ ഡേയ്സാണ്. 15 ക്ലിയർ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്ന ഡേറ്റും ലാസ്റ്റ് ഡേറ്റും വരത്തില്ല, അതിനുള്ളിൽ 15 ദിവസം ക്ലിയറായിട്ട് 15 ക്ലിയർ ഡേയ്സ്. 15 ഡേയ്സ് അല്ല, 15 ക്ലിയർ ഡേയ്സ് ആണ് DC നോട്ടീസ് തന്നെ കൊടുക്കുന്നത്. ഇതെല്ലാം അടച്ചതിന് ശേഷം മാത്രമേ, പൈസ എല്ലാം അടച്ചതിന് ശേഷം മാത്രമേ റീകണക്ഷൻ കൊടുക്കാൻ പാടുള്ളൂ. ഇതിൽ ഒരു എക്സംഷൻ എന്ന് പറയാവുന്നത് ഡൊമസ്റ്റിക് പർപ്പസിൽ ഉള്ള ഒരു അഡ്വാൻസ് ആയിട്ട് പൈസ അടച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ റീഡിങ് എടുക്കാൻ പറ്റുന്നത് അവർ ഓഫീസിൽ എഴുതി തന്നിട്ടുണ്ട്, അവർ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. കേസിനൊഴിച്ച് ബാക്കിയെല്ലാം ഇത് ചെയ്യാം. ഇനി മീറ്റർ ടെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും മീറ്ററിൻ്റെ കൂടെ ഉള്ള CTയും PTയും ടെസ്റ്റ് ചെയ്തിരിക്കണം. അത് മസ്റ്റാണ്. അതിൽ CTയും PTയും ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ മീറ്റർ ടെസ്റ്റ് ചെയ്തില്ല എന്നുള്ള മീനിങ്ങാണ്. മീറ്റർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ CTയും PTയും ചെയ്തിരിക്കണം, അതാണ് അതിലെ കാര്യം. അതുപോലെ തന്നെ മീറ്റർ പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ കാലിബ്രേഷൻ നടത്തിയിരിക്കണം. HTയുടെയൊക്കെ കാര്യത്തിലാണെങ്കിൽ സൈറ്റിൽ വെച്ച് തന്നെ ചെയ്യുന്നത് ഓരോ വർഷത്തെ ഒരു തവണ അത് ചെയ്യേണ്ടതാണ്. ഇനി ആ സമയത്ത് നമ്മളവിടെ ചെല്ലുമ്പോൾ ആ മീറ്ററിൻ്റെ കംപ്ലൈൻറ്റുകൾ കാണുന്നെങ്കിൽ അല്ലെങ്കിൽ സസ്പെക്റ്റ് ചെയ്യുന്നെങ്കിൽ ആ മീറ്റർ റീപ്ലേസ് ചെയ്യും. റീപ്ലേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ മീറ്റർ എടുത്ത് അക്രഡിറ്റഡ് നമ്മളെ അക്രഡിറ്റഡ് ലാബുകളിൽ ടെസ്റ്റ് ചെയ്യണം. ആ സമയത്ത് ഒരു കറക്റ്റ് മീറ്റർ KSEB അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. മീറ്റർ ടെസ്റ്റിങ്ങിന് പ്രൊസീജിയറുണ്ട്. മീറ്റർ ടെസ്റ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് മീറ്റർ റിക്വസ്റ്റ് തരികയാണെങ്കിൽ ടെസ്റ്റിംഗ് ഫീസുണ്ട്. മീറ്റർ ഫാൾട്ടാണോ എന്ന് പരിശോധിക്കുക. മീറ്റർ ഫാൾട്ട് ആണെങ്കിൽ ആ ടെസ്റ്റിംഗ് ഫീസ് റീഫണ്ട് ചെയ്യണം, അടുത്ത ബില്ലിൽ റീഫണ്ട് ചെയ്തിരിക്കണം. ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കൺസ്യൂമർക്ക് ഒരു 3 days നോട്ടീസ് കൊടുക്കണം. കൺസ്യൂമർ കൂടെ വേണം, ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രസൻസ് ആവശ്യമാണ്. അതേപോലെ തന്നെ ടെസ്റ്റ് ചെയ്താൽ സമയത്ത് ആ ടെസ്റ്റ് റിപ്പോർട്ട് കൊടുത്തിട്ട് അവരെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കണം. അഥവാ അതവർ വന്നില്ലെങ്കിൽ അത് അവർക്ക് അയച്ചു കൊടുക്കണം. അത് അക്നോളജ് ചെയ്ത് മേടിക്കണം. അതായത് നോട്ടീസ് കൊടുത്താലും അത് അക്നോളജ് ചെയ്ത് വളരെ സിഗ്നേച്ചർ മാത്രം പോരാ, ഫുൾ ഡീറ്റെയിൽസ് അഡ്രസ്സ് എല്ലാ സ്ഥലത്തും അക്നോളജ് ചെയ്ത് മേടിച്ചിരിക്കണം. കൺസ്യൂമറിൻ്റെ ടെസ്റ്റ് ചെയ്ത് വീണ്ടും എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കംപ്ലൈൻറ്റ് ഉണ്ട്, അവർ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ
വേറെ ഒരു അക്രഡിറ്റഡ് ലാബിൽ കൺസ്യൂമർ ഓപ്റ്റ് ചെയ്യുന്ന ലാബിൽ ടെസ്റ്റ് ചെയ്യാം. ബില്ല് ടെസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബില്ലുകൾ റിവൈസ് ചെയ്യാം. മീറ്റർ ടെസ്റ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ബില്ല് റിവൈസ് ചെയ്യാം. മീറ്റർ ഫോൾട്ടി കേസുകളിൽ മാക്സിമം ബാക്ക് അസസ് ചെയ്യാവുന്നത് മാക്സിമം 6 months ആണ്. അതുവരെ മാത്രമേ ബാക്ക് അസസ് ചെയ്യാൻ പറ്റുള്ളൂ മീറ്റർ ഫോൾട്ടി കേസുകളിൽ. അഥവാ അവരിൽ നിന്ന് അധികമായിട്ട് എന്തെങ്കിലും പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന ബില്ലുകളിൽ അഡ്ജസ്റ്റ് ചെയ്യണം. റെഗുലേഷൻ 116 പ്രകാരമാണെങ്കിൽ മീറ്റർ റീപ്ലേസ്മെൻറ്റിനെ പറ്റി പറയുന്നതാണ്. മീറ്റർ റീപ്ലേസ്മെൻറ്റ് കൺസ്യൂമറാണ് ഇതിൻ്റെ ഭാഗത്തു നിന്നുള്ള മീറ്റർ കംപ്ലൈൻറ്റ് അവർ അഡീഷണൽ ലോഡോ എന്തെങ്കിലും കണക്ട് ചെയ്തോ അതിൻ്റെ റീസൺ കാണണം. മീറ്റർ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് KSEBയുടെ ഭാഗത്തു നിന്നുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണ്, കൺസ്യൂമറുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം അഡീഷണൽ ലോഡ് വരിക, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംവിധാനങ്ങൾ കൊണ്ട് അതായത് മീറ്റർ കംപ്ലൈൻറ്റ് ആയതാണോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷമാണ് മീറ്റർ മാറ്റി വയ്ക്കുന്നതുമായിട്ടുള്ള ബാക്കിയുള്ള അനുബന്ധ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിൽ 7 ദിവസത്തെ നോട്ടീസ് അവർക്ക് കൊടുക്കണം. മീറ്റർ അവർക്ക് സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ മീറ്റർ പരിശോധിക്കാൻ തരുന്ന ഫോം അനക്ഷർ 15 അനക്ഷർ തരേണ്ടത്. പ്ലസ് അവർ ടെസ്റ്റിംഗ് ഫീ അടയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ KSEBയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിൽ മീറ്റർ കംപ്ലൈൻ്റ് ആവാനുള്ള കാരണം KSEBയുടെ ഭാഗത്തു നിന്നുള്ളതാണെങ്കിൽ KSEBയാണ് മീറ്റർ മാറ്റിവെക്കേണ്ടത്. അത് റെഗുലേഷൻ 117 പറയുന്നത്. ഇനി മീറ്റർ ഫോൾട്ടിയായ കേസ് റെഗുലേഷൻ 118 വരുമ്പോൾ ഡാമേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ മാറ്റി വയ്ക്കേണ്ടതാണ്, ഉടനെ തന്നെ മാറ്റി വയ്ക്കേണ്ടതാണ്. അത് കൺസ്യൂമർ ഈ TMRലെ ജീവനക്കാർ വന്നത് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇൻസ്പെക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു കോപ്പി കൊടുക്കും. അതുപോലെ കൺസ്യൂമറിനെ അത് നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്യണം. കൺസ്യൂമറിനെ ഇൻറ്റിമേറ്റ് ചെയ്തിട്ട് കൺസ്യൂമർക്ക് നോട്ടീസ് കൊടുക്കണം മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യണം. പല സ്ഥലത്തും HT കൺസ്യൂമർക്ക് അൺമീറ്റഡ് സപ്ലൈ കൊടുക്കുന്നുണ്ട്. അൺമീറ്റഡ് സപ്ലൈ ഒരിക്കലും 14 ദിവസം വിത്തിൻ 14 days മീറ്റർ എന്തായാലും കൺസ്യൂമർ വയ്ക്കുന്നില്ല എങ്കിൽ KSEB വെച്ചിരിക്കണം. KSEB മീറ്റർ സ്ഥാപിച്ചിരിക്കണം. ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ ആവറേജ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിരിക്കുന്നത്. ആവറേജ് ബില്ല് കൊടുക്കാവുന്ന 2 ആവറേജ് ബില്ല് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഈ ആവറേജ് ബില്ല് 2 ആവറേജ് ബില്ല് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് KSEB ഏത് രീതിയിൽ മീറ്റർ കൺസ്യൂമർ കണക്ട് ചെയ്തില്ലെങ്കിൽ മീറ്റർ KSEB ഇൻസ്റ്റാൾ ചെയ്യണം. കൺസ്യൂമർക്ക് ടാരിഫ് ഓർഡറിലെ പാർട്ട് B 4D പ്രകാരമൊക്കെ അവർക്ക് 2 മാസത്തെ സമയം വേണമെങ്കിൽ മീറ്റർ വയ്ക്കുന്നത് വരെ KSEB മീറ്റർ വയ്ക്കാം. ഈ 2 മാസം കഴിഞ്ഞും മീറ്റർ വെച്ചില്ല എങ്കിൽ KSEB മീറ്റർ മാറ്റി വയ്ക്കും. മീറ്റർ മാറ്റി വയ്ക്കുന്നത് സംബന്ധിച്ച് മീറ്റർ നമ്മൾ ഫോൾട്ടി ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ TMR ഇത് പരിശോധിച്ചിട്ട് ഡേറ്റ ഡൗൺലോഡ് ചെയ്യണം. ഡേറ്റ ഡൗൺലോഡ് ചെയ്ത് അതിലെ ഡേറ്റ് നോക്കണം, എന്താണ് മീറ്റർ ഫോൾട്ടി ആയത്. ഏത് ലീഗൽ ഫോറത്തിൽ പോയി കഴിഞ്ഞാലും ഡേറ്റ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന മീറ്ററുകളിൽ നിന്നുള്ള ഡേറ്റ ഡൗൺലോഡ് ചെയ്തിരിക്കണം. അത് മീറ്റർ എന്നാണ് ഫോൾട്ടി ആയതെന്ന് അതിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പം ആ ഫോൾട്ടിയായ ഡേറ്റ് കണ്ടുപിടിച്ചിട്ട് അതിന് മുമ്പലത്തെ 3 ബില്ലിംഗ് സൈക്കിൾ എടുത്ത് അതിൻ്റെ ആവറേജിലാണ് ബില്ല് ചെയ്യേണ്ടത് മീറ്റർ ഫോൾട്ടി ആയി കഴിഞ്ഞു. അപ്പോൾ അത് പ്രധാനമാണ്. ലീഗൽ ഫോറത്തിൽ പോകുമ്പോൾ എപ്പോഴും ചോദിക്കുന്നത് ഡേറ്റ ഡൗൺലോഡ് ചെയ്ത ഡേറ്റ വേണം, അങ്ങനെ എടുക്കാൻ പറ്റുന്ന മീറ്ററുകളിൽ അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ 2 മാസം കൺസ്യൂമർക്ക് ടാരിഫ് ഓർഡറിൻ്റെ പാർട്ട് Bയിലെ 4 പ്രകാരം 2 മാസം വരെ അവർക്ക് ഇൻസ്റ്റാൾ അവരിപ്പം ഇലക്ട് ചെയ്തിട്ട് അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് പറയാം. അപ്പോൾ ഈ 2 മാസത്തിനുള്ളിൽ അവർ ഇത് പ്രൊക്യൂറേഴ്സ് KSEBക്ക് തന്നില്ല എങ്കിൽ KSEB ഇൻസ്റ്റാൾ ചെയ്യും. KSEB എന്തായാലും മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഈ 2 മാസത്തിനുള്ളിൽ തന്നില്ല എങ്കിൽ മാത്രമാണ് അവർക്ക് ഈ കഴിഞ്ഞ 2 മാസം കൊടുത്ത ആവറേജ് ബില്ല് അതിൻ്റെ 50% പ്ലസ് 1 month മൊത്തം 3 മാസം അവർക്ക് പെനാൽറ്റി മീറ്റർ ഫോൾട്ടി പെനാൽറ്റി ചാർജ് ചെയ്യും.
അതിനപ്പുറത്തേക്ക് 3 മാസത്തിന് അപ്പുറത്തേക്ക് ഒരിക്കലും മീറ്റർ ക്വാളിറ്റി പെനാൽറ്റി ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അൺമീറ്റഡ് സപ്ലൈ കൊടുക്കാൻ പാടില്ല. അൺമീറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത് EHT കണക്ഷൻ്റെ കാര്യത്തിൽ വെറും 15 ദിവസത്തിനുള്ളിൽ മീറ്റർ അവിടെ സ്ഥാപിച്ചിരിക്കണം. അൺമീറ്റഡ് സപ്ലൈ അതിനപ്പുറത്തേക്ക് സാങ്ഷൻ ചെയ്യാൻ പാടില്ല. ഇത് ഈ മീറ്റർ കൃത്യമായിട്ട് നമ്മൾ അവരെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുക. അതേപോലെ തന്നെ വളരെ അതല്ലെങ്കിൽ KSEB താൽക്കാലികമായി മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കേസുകൾ HT കേസുകളിൽ കേസുകൾ ഒഴിവാക്കാൻ കഴിയും.